തീർന്നിട്ടില്ല അതിദരിദ്രമുക്ത സംസ്ഥാനത്തിൻ്റെ വിശേഷങ്ങൾ. കേരളത്തിൽ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്നും ദുരിതം അനുഭവിക്കുന്ന ഏറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള പുള്ളിക്കട കോളനിയിലെ ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. എം മനോജ് ചേരുകയാണ് ജനൻ ടി വിയുടെ. മനോജ്, എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? അതിദാരിദ്ര്യമുക്തമായോ കൊല്ലം? പ്രതിപിള്ള ഇവിടെയുള്ള ജനങ്ങൾക്കും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ ഹണി ബെഞ്ചമിൻ്റെ സ്വന്തം വാർഡ് തന്നെയാണ്. ഇവിടെ ഏറെക്കാലമായി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു അമ്മയെ കാണാം. അമ്മ വന്ന സമയം തൊട്ട് തന്നെ അവരുടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അമ്മ, ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും പോകാൻ സ്ഥലമില്ല, വെള്ളം കൊണ്ട് കുടിക്കാൻ ഇടവില്ല, തൂറാൻ സ്ഥലമില്ല, പെടുക്കാൻ സ്ഥലമില്ല, ഒരു തുണി മാറാൻ കൂടെ സ്ഥലമില്ല. വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് എത്ര എണ്ണം കിടക്കും? ആ മുറിക്കകം ഒന്നൊന്ന് നോക്കണം. ഞങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നെന്നും എങ്ങനെ തുണി ഇട്ടേക്കുന്നെന്നും. ഒരാണും ഒരു ചെറുക്കനോ ഉണ്ടെങ്കിൽ ഒരു പെണ്ണോ ഉണ്ടെന്നൊരു തുണി മാറണോ? എങ്ങനെ മാറും? അങ്ങോട്ട് പിടിച്ച് മാറ്റി വെച്ച് വെളിയിറക്കി വെച്ച് വേണം ഞങ്ങൾ തുണി മാറാൻ. ഈ 16 കൊല്ലം കൊണ്ട്, ഈ തീ പിടിച്ച് ഇത്രയും കാലം കൊണ്ട് ഇവിടെ അല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ജില്ലകളുണ്ടോ ഇതേ ദുരിതമുണ്ടോ? 26 കൊല്ലം കൊണ്ട് കിടക്കുക. 26 കൊല്ലം കൊണ്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് കിടക്കുക. ഇവരെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? പുഴുക്കളാണെങ്കിൽ ഞങ്ങളെ എന്തിനാ വിട്ടേക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഒരു കാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? വോട്ട് കാലത്ത് വരും, മുടുക്കി കയറും, അവിടെ കയറും, ഇവിടെ കയറും, എല്ലാവരും കാല് പിടിക്കും. അല്ല, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ അതേ ആളുകൾ പേര് സഹിതം പറഞ്ഞ് കേന്ദ്രത്തിൽ അറിയിക്കും. അവർ പിന്നെ നമ്മളെ പട്ടിയെ പോലും നോക്കുന്നത് കണ്ണുകൊണ്ട് നോക്കത്തില്ല. ഇങ്ങനെ എവിടെ കിടന്ന് അറിയിക്കുന്നത് ഞങ്ങൾ. ആ മുടുക്കൊന്നും ഒന്ന് നോക്കണം. തീർച്ചയായും ഇവിടെ 1300ഓളം ആളുകളുണ്ട് അല്ലേ? 300 കുടുംബങ്ങൾ. 300 കുടുംബവും 1300 വോട്ടും ഉണ്ട്. ഇപ്പൊ കൂടി കാണും, 1350 വോട്ടായി കാണും. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഒന്നും ലഭിച്ചിട്ടില്ല. ബാത്റൂം സൗകര്യം 100 ഷെഡ് പണിഞ്ഞിട്ട് ഇതുവരെ ബാത്റൂം പോലും പണിഞ്ഞു തന്നിട്ടില്ല ആർക്കും. എങ്ങനെ ഈ ശോചനീയ അവസ്ഥയിൽ ഓരോ മനുഷ്യരും 10 വീട്ടിൻ്റെ ആ വീട്ടിന്റെ കോലം നോക്കിയ, ആ പണിഞ്ഞിട്ടേക്കുന്ന വീട്ടിന്റെ കോലം നോക്കി, അത് കണ്ട, അത് താൽക്കാലിക ഷെഡ് പണിഞ്ഞ് തന്നെയാ. 100 വീട് പണിഞ്ഞിട്ടുണ്ട്. ഇത് എത്രയോ വർഷമായിട്ട്. തീർച്ചയായും ഇവിടെ ഉള്ള ജനങ്ങൾ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത കാഴ്ചകൾ തന്നെയാണ്. അതായത് ഇവർക്കായിട്ട് സർക്കാർ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഷെഡ് പണിത് കൊടുത്തത്. പക്ഷേ ശൗചാലയങ്ങൾ പോലും കൃത്യമായില്ല. അവർക്ക് മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു സൗകര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും അങ്ങനെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇത് വീട് കണ്ട, ഈ ഇടുക്ക് കണ്ട, ഇതിൻ്റെ അകത്ത് നടന്ന് തിരിയാൻ പറ്റുമോ? ഒന്നും നടക്കില്ല. ബാത്റൂം ഇല്ല ഇവിടെ. ഈ കണ്ട, ഈ 10 റൂമായത് നമ്മളെ റൂം എന്ന് പറയുന്നത്. ഇത് കണ്ട, നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥലം. മക്കളും ചെറുമക്കളും എല്ലാരും കൂടെ കഴിയുന്ന ഒരു വീടായത്. ഇത്രയും ദൂരത്തെ എവിടെങ്കിലും കൊല്ലം ജില്ലക്കകത്തുണ്ടോ? ഉണ്ടോ? 10 ഇല്ല ചിലത്. അറിയോ? നോക്ക്, ഇതിനകത്താ ഞങ്ങൾ ജീവിക്കുന്നത്. എത്ര എണ്ണം ജീവിക്കണം? ഒരു തുണി മാറണമെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോവും? 1 സെന്റ് ഭൂമി തന്നാൽ ഞങ്ങൾ പോവാൻ തയ്യാറാ. 1 സെന്റ് ഭൂമി തന്നാ അത്രയ്ക്ക് ദുരിതം അനുഭവിക്കുന്നു. ഇവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് ഒക്കുവോ? തീർച്ചയായും നമുക്കിവിടെ മറ്റുള്ളവർ കൂടെ ഉണ്ട്. അതായത് ഒരുപാട് പേരാണ് ഈ കാര്യങ്ങൾ നമ്മളോട് ഇവിടെ പറയുന്നത്. അതായത് കൊല്ലം നഗരത്തിലാണ് ഈ ഒരു സംഭവം. ഇവിടെ നിന്ന് തീ കത്തിക്കാൻ കൂടി സൗകര്യമില്ല നമുക്ക്. അറിയാവാ, ഞങ്ങൾ കിടന്ന് അനുഭവിക്കുന്നത് കയ്യും കണക്കുമില്ലാതെ ഞങ്ങൾ എൻ്റെ കൈ. ഇവിടെ വേറെ ആരും വന്നിട്ടില്ല. അതായത് മേയറുടെ ആരും വന്നിട്ടില്ല മോനെ. വീടാണല്ലോ ഇവിടെ ആരും വരത്തില്ല. അവര് മേയറാണെങ്കിൽ അക്കരെ വരും, വന്ന് കാര്യം കണ്ടിട്ട് അവരങ്ങ് പോകും. ഇങ്ങോട്ട് വന്ന് എന്താ ഏതാന്ന് പോലും അവർ തിരക്കത്തില്ല. വോട്ടിന് ഇങ്ങോട്ട് ഓരോരുത്തർ വരും മോനെ. ഇത് തന്നെ കാര്യങ്ങൾ. ഇവർക്കൊരു ബാത്റൂം പണിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഈ 100 ഷെഡ് പണിഞ്ഞ 26 കൊല്ലം കൊണ്ട് ഇവർ അതിന് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. ഒരു മലം ശുചീകരണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യും? ഒരു രക്ഷയില്ലാത്ത വകുപ്പാണ് ഇത് കംപ്ലീറ്റ്. തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ. അതായത് എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഈ പരാതി തന്നെയാണ് നമ്മളോട് പറയുന്നത്. അതായത്
ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരും നമ്മളോട് പറയുന്നത്. ഈ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് അവരൊക്കെ തന്നെ ദിവസവും ഇവിടെ നമുക്ക് കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ മറ്റ് ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ നമുക്ക് കണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ മറ്റൊരു വസ്ത്രം മാറാൻ പോലും ഒരു സ്ഥലമല്ല, ഒരു മുറി മാത്രമാണല്ലോ അല്ലേ? ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ 26 വർഷമായി ഇവിടെ തീ പിടിച്ചിട്ട്. ആ നാൾ മുതൽ ഇന്ന് വരെ ഇത് തന്നെയാണ് ഈ ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ. ഒന്നിന് പോകാനോ രണ്ടിന് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും യാതൊരു സാഹചര്യവുമില്ല. അതായത് വെറും അട്ടയും പുഴുക്കളെക്കാട്ടിയും നികൃഷ്ടപ്പെട്ട ജീവിതമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ? ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവും പട്ടിണി കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമേ ഉള്ളൂ. അല്ല വേറെ നമ്മൾ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു സംസ്ഥാനങ്ങളും ഇല്ല. അങ്ങനെ ഓരോ ഇത്രയും ജനങ്ങളുണ്ടായിട്ട് അവരെ കണ്ടില്ല പറയുന്നത് കേരളം നമ്പർ 1 എന്നാ. എന്തടിസ്ഥാനത്തിലാണ് കേരളം ഈ നമ്പർ 1 ആണ്? ഈ നമ്പർ 1 എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതൊന്ന് ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ നരക യാതനയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ പ്രഖ്യാപിക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് മേയറുടെ തന്നെ ഒരു വാർഡിലാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവിടെ അല്ലേ? അതെ 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 ആണ്. ഇത് താണ്ട ഈ ഷെഡെല്ലാം നോക്കിക്കണം. ഇത് കംപ്ലീറ്റ് ഇത് തന്നെ. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ഈ വോട്ട് ഇലക്ഷന് എല്ലാത്തിനും വരുന്നുണ്ടെങ്കിൽ ഈ ശോചനീയ അവസ്ഥയ്ക്ക് ഇവരാ ഭരണപക്ഷി. ഇവിടെ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന 25-26 കൊല്ലം കൊണ്ട് ഇടതുവശമാണ്. അവരാണ് ഈ നിലവിലേക്ക് എല്ലാ ജനങ്ങളെയും തള്ളി വിട്ടേക്കുന്നത്. ഈ അവസ്ഥയിൽ ആക്കി വിട്ടേക്കുന്നത് ഇവർ മാത്രമാണ്. ഇതാണ് നോക്കിയാൽ ഈ വീടുകൾ കംപ്ലീറ്റ് ഇത് തന്നെ. ഇവർ ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വന്നില്ലേ, ഇനി ഒന്നേന്ന് വരും ഞങ്ങൾ ബാത്റൂം പണി തരാം എന്ന് പറയും. പക്ഷെ ഒന്നും നടക്കൂല. അതാണ്ട് ആ ഈടുക്കൊക്കെ ഒന്ന് എടുത്തു. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു ദുരിത കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള ജനങ്ങളാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും മനോജ്, വളരെയധികം നന്ദി. കാര്യം സർക്കാരിൻ്റെ ഈ വ്യാജ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളുകള്ളികൾ തുറന്നു കാട്ടുന്ന, പൊള്ളത്തരം തുറന്നു കാട്ടുന്ന നേർക്കാഴ്ചയുമായിട്ടാണ് M. മനോജ് കൊല്ലത്ത് പുള്ളിക്കട കോളനിയിൽ നിന്ന് പ്രേക്ഷകരോടൊപ്പം ചേർന്നത്.